ദൈവം തന്റെ സ്നേഹം വഴി, തന്റെ ബലി വഴി, തന്റെ രക്തം വഴി സമാധാനം പുനഃസ്ഥാപിക്കുകയും ശത്രുതയുടെ മതിൽക്കെട്ടുകളെയും തകർത്തിട്ട് ഞാൻ ഇന്നും ശത്രുതയുടെ മതിൽക്കെട്ടുകൾ സൂക്ഷിക്കുമ്പോൾ ഞാൻ പിശാചിന്റെ വഞ്ചനയിലാണ്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന്, കർത്താവിന്റെ ബലിയിൽ പങ്കുചേർന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്കിപ്പോഴും ഉള്ളിൽ വെറുപ്പുണ്ടെന്ന് വിചാരിക്കും, എനിക്കിപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്നില്ലെന്ന് നോക്കി, എനിക്കിപ്പോഴും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലെന്ന്, എനിക്കിപ്പോഴും എളിമപ്പെടാൻ പറ്റുന്നില്ലെന്ന് നോക്കി. ആ വിശുദ്ധ കുർബാനയുടെ യോഗ്യത അല്പം പോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയുന്നത്, ഞാൻ എൻ്റെ ഞാൻ 9 വിശുദ്ധ കുർബാന പങ്കുചേർന്ന് പ്രാർത്ഥിച്ചാ, ഞാൻ ഒരു മാസമായിട്ട് വിശുദ്ധ കുർബാനയിൽ നിയോഗം വെക്കുന്നുണ്ടാ, എന്നിട്ട് ഇത് നടക്കുന്നില്ലല്ലോ, ഞാൻ എത്ര നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നടക്കുന്നില്ലല്ലോ. ഇക്കാലം അത്രയും ഞാൻ അവന്റെ ശരീരവും രക്തവും സ്വീകരിച്ചിട്ട് എന്തുകൊണ്ട് ഇന്നും എന്നിലുള്ള ശത്രുതയുടെ മതിൽക്കെട്ട് തകർന്നിട്ടില്ല? ഞാൻ ചോദിക്കുകയാണ്, കർത്താവ്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് തിരിച്ചു ചോദിച്ചൂടെ, ഇത്രയും നാളുകൾ എൻ്റെ ചങ്കിലെ ചോര ഞാൻ നിനക്ക് നൽകിയിട്ട്, എൻ്റെ ശരീരവും രക്തവും ഞാൻ നിനക്ക് പകുത്ത് തന്നിട്ട് എന്തേ നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഈ ശത്രുതയുടെ മതിൽക്കെട്ടുകൾ ക്ഷമിക്കാൻ പറ്റാതെ നിൽക്കുന്നതെന്ന് കർത്താവിന് ചോദിച്ചുകൂടെ?